എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ഡോക്ടേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട AI കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ AI കാലം വളരെ ഇതായിട്ട് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഡോക്ടർമാർ പ്രധാനം ഉപയോഗിക്കുന്നത് എയ്ഡോക്ക് എന്ന് പറയുന്നൊരു AI ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഓരോന്നിൻ്റെയും പറയാം, പ്രവർത്തനങ്ങൾ പറയാം. അപ്പോൾ നമുക്കതിലോട്ട് എങ്ങനെ പോകാൻ പറ്റും. പ്രധാന പ്രവർത്തനം നമ്മൾ CT MRI സ്കാനുകൾ AI അടിസ്ഥാനത്തിൽ അപ്പോൾ റേഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ സ്ട്രോക്ക്, പിന്നെ അസ്ഥിപൊട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, അകത്ത് രക്തസ്രാവം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് FDA ഒക്കെ അംഗീകരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അൽഗോരിതവും രീതികളും എല്ലാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളും പിന്നെ ഇതൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേര് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ ഞാൻ കുറേ ഐറ്റംസ് പറയാം. നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, പർട്ടിക്കുലർലി മെഡിക്കൽ ഡോക്ടേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ രോഗനിർണയത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ രോഗികളുടെ സ്കാൻ റിപ്പോർട്ട്, മറ്റു പരിശോധനകൾ, ഇതെല്ലാം നമുക്ക് AI അപകട സാധ്യതകളൊക്കെ കണ്ടെത്താനായിട്ടും അതുവഴി അവർക്ക് ചികിത്സകൾ നിർണ്ണയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത് ഈ പ്രധാനമായിട്ടും ഈ PCS പിക്ചർ ആർക്കീവിങ് സിസ്റ്റം സംവിധാനമൊക്കെ ആയിട്ടാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. വളരെ ജോലി വളരെ എളുപ്പത്തിലാണ്, വളരെ ഇൻ്റഗ്രേറ്റ് ആയിട്ട് തന്നെയല്ല ഈ പല ആപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ ഹെൽത്ത് AI ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ, പർട്ടിക്കുലർലി സ്ഥാനാർബുദം, കണ്ണിലെ രോഗങ്ങൾ, ഇതൊക്കെ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മെഡിക്കൽ ഇമേജിങ് ഒരു കൃത്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെ അക്യുറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗൂഗിളിൻ്റെ AI ആണ്. അപ്പം പിന്നെ ഡീപ്പ് ലേണിങ് ഗൂഗിൾ നടത്തിയിട്ട് അതിനെ കൂടെ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാതെ പോകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടെത്തി ഡോക്ടർമാർ അത് ഓർമ്മപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വിദഗ്ധരുടെ സേവനം കിട്ടാനായിട്ട് ചില സ്ഥലത്ത് അത് കുറവായിരിക്കും. അപ്പോൾ അതുപോലും നമുക്കിത് ലോകത്തിനൊരു വലിയ പിന്തുണയാണ് ഇതിൽ കൂടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ IBM വാട്സൻ്റെ. അപ്പോൾ IBM വാട്സൺ ഹെൽത്ത് എന്ന് പറയുന്ന AI. അപ്പോൾ അത് മിക്കവാറും പേർക്കെല്ലാം അറിയാവുന്നതായിരിക്കും. ഓൺകോളജി, ക്യാൻസർ ചികിത്സയായിട്ട് നിർദ്ദേശങ്ങൾ വയ്ക്കാനായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സാണ്. അപ്പോൾ അതെങ്ങനെ വിശദീകരിക്കണം. അതേപോലെ ഇനി പറയുന്ന എല്ലാ പ്രൊഡക്റ്റും ഡോക്ടർമാർക്കുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഡോക്ടർമാർക്ക് പല തിരക്കുകൾ കാരണം AI ഒന്നും പുറകിലിരിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത് തന്നെ ഡോക്ടർമാരെ ഈ ഒരു മേഖലയിലേക്ക് എക്സ്പെർട്ട് ആക്കാനായിട്ട്, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ കുറേ ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനറലായി വരുമ്പം പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ HOD മുതലായ എക്സ്പെർട്ടുകളാണ് പഠിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ മെഡിക്കൽ സംഭവത്തിൽ വരുമ്പോഴത്തേക്കും മെഡിക്കൽ ഡോക്ടേഴ്സും കൂടെ അതുമായിട്ട് ചേരും. അപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ദിവസം 1-1.5 മണിക്കൂർ, വൈകിട്ട് 8:30 നമ്മൾ തുടങ്ങുന്നത്. 8:30 മുതൽ 10 മണിയോട് കൂടി തന്നെ AI അത്യാവശ്യം പഠിക്കാനായിട്ട് പല ദിവസമായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, സൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടെടുത്ത് അത് അനായാസം ഉപയോഗിക്കാനായിട്ട്, അപ്പോൾ ചികിത്സയ്ക്കുള്ള പല ഓപ്ഷനുകളിൽ അത് കണ്ടെത്താനായിട്ടും AI ഉപയോഗങ്ങൾ കുറേ AI പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ പാത്ത് AI എന്ന് പറഞ്ഞ ഒരിതുണ്ട്. പാത്ത് AI ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ബയോപ്സി പ്രധാനമായിട്ട് അതിൻ്റെ വിശകലനങ്ങൾ എടുക്കാനായിട്ട്, രോഗനിർണയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പിശകുകൾ ഇല്ലാതാക്കി അത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് കൂടുതലത് സഹായിക്കുന്നത്. ഇപ്പോൾ പത്തോളജിസ്റ്റുകളാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. മറ്റു ഡോക്ടർമാരും അപ്പോൾ ടിഷ്യൂ സാമ്പിളുകൾ AI സഹായത്തോടെ കുറച്ചുകൂടെ കൂടുതൽ കൃത്യതയോടെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതും ക്യാൻസർ ചികിത്സയിലൊക്കെ ഒരുപാട് കണ്ടെത്തലുകൾക്ക് ഇപ്പോൾ ഓൾറെഡി തന്നെ നല്ല റിസൾട്ടായിട്ട് ന്യൂസിൽ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സീബ്ര മെഡിക്കൽ വിഷൻ. അപ്പോൾ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ സ്കാനുകളിൽ നിന്ന് കിട്ടുന്ന നിരവധി രോഗങ്ങൾ അതിൻ്റെ റിസൾട്ടുകൾ കണ്ടെത്താനായിട്ടും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് അതൊരു SaaS ബേസിലാണ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡലിൽ
വളരെ ചിലവ് കുറഞ്ഞ ഡോക്ടർമാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിപ്പോൾ നമ്മുടെ സ്കാനുകളൊക്കെ അതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വിശദമായി കണ്ടെത്തിയിട്ട് നമ്മൾ ആ സ്പെഷ്യാലിറ്റി ഉള്ളവരല്ലേ പോലും മറ്റ് സ്പെഷ്യാലിറ്റികൾക്ക് പോലും ഇത് പഠിച്ചെടുക്കാനായിട്ട് പിന്നെ പല ക്ലിനിക്കുകൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് അഫോർഡബിളാണ്. ഇപ്പം ലൈഫ് ലൈൻ്റെ ഒരു വെൽനസ് ക്ലിനിക്കിലാണ് നമ്മൾ ആദ്യമായിട്ട് മെഡിക്കൽ റോബോട്ട് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2 സ്ഥലത്ത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഭയങ്കര ആക്യുറസിയാണ് അതിൽ കാണുന്നത്. അപ്പം അത് വലിയ തോതിൽ ഡോക്ടേഴ്സിന് സപ്ലൈ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവീസ് ചെയ്യാനുള്ള ആളായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ച് ബൈ ഹാൻഡ് ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പിന്നെ അതാത് ഡോക്ടർമാരുടെ അടുത്ത് പോയി സർവീസ് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു അഭാവത്തിലാണ് നമ്മളിപ്പോൾ അത് എത്തിക്കുന്നത്. അപ്പം ഇത് കാണുന്ന ആൾക്കാർ അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഈ ഇതിൽ കാണുന്ന നമ്പറുകളൊന്ന് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ സർവീസ് ഏർപ്പെടുത്താനായിട്ട് നടക്കും. ഇപ്പം ഈ ഗ്ലോബൽ പിന്നെ പ്രധാനമായിട്ടും മെഡിക്കൽ റോബോട്ടിക്സിൻ്റെ ഒക്കെ കോൺഫറൻസസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ഇൻപുട്സൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്തതൊരു സ്കിൻ വിഷൻ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ അത് വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അത് സ്കിൻ ക്യാൻസറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് വളരെ ഉപയോഗപ്രദമാണ്. നമ്മൾ ആ സ്പെഷ്യാലിറ്റിയിൽ അല്ലാത്തവർക്ക് പോലും രോഗനിർണയം, ആ സ്പെഷ്യാലിറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വളരെ വിശദാംശങ്ങളും പല വിധത്തിലത് അനലൈസ് ചെയ്ത് നമുക്ക് ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വിപുലമായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ലോകത്തിൽ ഒരുപാട് സ്ഥലത്ത്. ഡോക്ടേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ എല്ലാം. ഇനി ഈ വിജ് AI എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഈ സ്ട്രോക്ക് അലേർട്ട് കൊടുക്കാനായിട്ടുള്ള അപ്പോൾ ചികിത്സാ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അത് വളരെ വേഗത്തിലെടുക്കാൻ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡോക്ടർമാരെ സഹായിക്കുക എന്നുള്ളത് വിശദീകരണങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് അതിനകത്ത്. അപ്പം രോഗിയുടെ സ്കാനൊക്കെ ഉടൻ തന്നെ ഡോക്ടർമാർക്ക് അത് ഇതിലോട്ട് വരികയും അലേർട്ട് വരാനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് തന്നെയല്ല ഇത് പ്രഡിക്റ്റീവ് ലെവലിലേക്ക്, സ്ട്രോക്കിനൊക്കെ വളരെ പ്രഡിക്റ്റീവ് ലെവലിലേക്ക് നമുക്കിത് നിർണ്ണയിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്തത് ക്യാപ്ഷൻ ഹെൽത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസോട് കൂടിയുള്ള ഉപയോഗമാണ്. അപ്പോൾ അത് നമുക്ക് ആ സ്പെഷ്യാലിറ്റി തന്നെ വേണമെന്നില്ല. സ്പെഷ്യാലിറ്റി ഇല്ലാത്തവർക്കും ഈ പറഞ്ഞ പോലെ ഇതിലൂടെ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ, വിശദീകരണങ്ങൾ നമുക്ക് കിട്ടും. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് AI നിർദ്ദേശത്തോടു കൂടി തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ AI ഇതെല്ലാം തരുമ്പം നമ്മളുടെ സ്കില്ലും നോളജും കൂടെ അതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ എന്താണ് സ്റ്റാഫിനെയും ഡോക്ടേഴ്സിനെയൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എനലിറ്റിക് എന്ന് പറയുന്നതിൻ്റെ പ്രധാനം സ്കാനിൻ്റെ പ്രഖ്യാപനം ഇല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം നൽകുന്നത് കുറച്ചുകൂടെ റേഡിയോളജിസ്റ്റുകളെയും മറ്റു ഡോക്ടേഴ്സിനെയും കൃത്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തെറ്റായ നിർണ്ണയങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇനി അതുപോലെ തന്നെ DXGPT എന്ന് പറയുന്നതുണ്ട്. പ്രധാന പ്രവർത്തനങ്ങൾ, വ്യത്യസ്തങ്ങളായ രോഗനിർണയങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ അത് നടത്തുക മാത്രമല്ല, അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അറിവുമായിട്ട് അതിനെ സമന്വയപ്പെടുത്തുക. ഇതൊന്നും പേഷ്യൻസിന് നേരിട്ട് ഉപയോഗിക്കാനല്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യതകൾ എന്താണെന്നുള്ളത് ഡോക്ടർക്ക് നിർണ്ണയിച്ച് കൊടുക്കാനായിട്ട്, അപ്പോൾ നമുക്ക് ആക്യുറസി കൂടുതലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ജൂനിയർ ഡോക്ടർമാർക്കൊക്കെ ഇത് മികച്ച ഒരു പരിശീലന ഉപകരണം കൂടിയായിട്ടാണ് നമ്മളിതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ CDSS ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അപ്പോൾ അത് ഇതിന് വളരെ സഹായകരമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് എന്ന് പറയുന്നൊരു AI ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രവർത്തനം വളരെ അടിസ്ഥാനമായ മെഡിക്കൽ എവിഡൻസോട് കൂടിയുള്ളൊരു ഗൈഡ് ലൈൻസ് വിശദീകരണത്തോടു കൂടി ഡോക്ടേഴ്സിന് കൊടുക്കുക. ലോകമെമ്പാടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടർമാർ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊരു റെഫറൻസ് ടൂളും കൂടെ ആയിട്ടാണ് ചികിത്സാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റാകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയല്ല, പക്ഷേ ഇത് തരുന്ന സജഷൻസിലേക്ക് നമ്മൾ കൂടുതൽ പോവുകയും പെട്ടെന്ന് നമുക്ക് നിർണ്ണയം നടത്താനായിട്ട് എത്ര പേഷ്യൻസ് ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിഷ്വൽ DX എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗനിർണയം തന്നെയാണ്.
അതും ഈ പറഞ്ഞതുപോലെ കൂടുതൽ കൃത്യതയോടുകൂടി വിശദീകരണം നൽകുന്നു. ചർമ്മരോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ, പല രോഗങ്ങൾക്ക് അത്, പല അവസ്ഥകൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് പുറമേ നമുക്ക് ഇങ്ങോട്ട് സജഷൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോക്ടർമാർക്ക് മാത്രം സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇസബെൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരിതുണ്ട്. ഇസബെൽ ഹെൽത്ത് കെയർ വരുമ്പോഴത്തേക്കും വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടെത്താനും അതിനെ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ ഡോക്ടേഴ്സിന് മനസ്സിലാക്കാനായിട്ടും സെർച്ച് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഒറ്റ സ്റ്റോപ്പിൽ തന്നെ. അപ്പം പരിശോധിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ പോലും ഇത് നമുക്കെടുത്ത് ഉപയോഗിച്ച് ഒരു പരിധി വരെ നമുക്ക് പല പരിഹാരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മെഡ് പാം എന്ന് പറഞ്ഞതുണ്ട്. മെഡ് പാം അതിൻ്റെ പ്രധാന ഒരു ക്ലിനിക്കൽ റീസണിങ്ങിനുള്ള AI ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇത് പലപ്പോഴും നമുക്ക് പിന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിപ്പം നല്ലപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിതാണ്, ഡോക്ടർമാരുടെ ഒരു സഹായിയായിട്ട്. അപ്പോൾ ഈ ഒരു 10-40 AI ഒക്കെ ഇന്നത്തെ ഡോക്ടർമാർ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമീഡിയ എന്ന് പറയുന്ന, ഇൻഫർമീഡിക്ക എന്നാണ് പറയുന്നത്, ഇൻഫർമീഡിക്ക എന്ന് പറയുന്ന മെഡിക്കൽ ട്രയലേജ് കൂടുതൽ സൗകര്യപ്രദമാക്കി മാറ്റിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അത് ഡോക്ടർമാർക്ക് കൂടുതൽ തന്നെ വിലയിരുത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നന്നായിട്ട് വിലയിരുത്തി കാരണസഹിതം നമുക്ക് നിർദ്ദേശിച്ചു കൊടുക്കും കാര്യമായിട്ടുള്ള സജഷൻസ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ആഡാ ഹെൽത്ത്. ആഡാ ഹെൽത്തിനകത്ത് അതിൻ്റെ പ്രധാന പ്രവർത്തനം ഈ രോഗി ഡോക്ടർ പിന്തുണ കുറച്ചുകൂടെ കൂടുതൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗികൾക്ക് സ്വന്തം ആരോഗ്യാവസ്ഥ പിന്നെ ഡോക്ടർക്ക് ഇട്ട് കൊടുക്കാനും ഡോക്ടർക്ക് അത് കൂടുതൽ വിശകലനം ചെയ്ത് മുൻകൂട്ടി തന്നെ വിവരങ്ങൾ പിന്നെ രോഗികൾക്ക് കൊടുക്കാനും, പ്രധാനമായിട്ടും പ്രീമിയം രോഗികൾക്കൊക്കെ ഇത് വലിയ സഹായമായിരിക്കും. പിന്നെ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഡോക്ടർമാർക്കും അതെ. പിന്നെ ഈ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, സ്ക്രൈബിങ്, അപ്പോൾ അതിന് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ന്യൂവാൻസ് ഡാക്സ് എന്ന് പറഞ്ഞ, അതിപ്പം ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ പ്രതികരണമാണ് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഡോക്ടർമാർ മെഡിക്കൽ നോട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലുള്ള എല്ലാ സംഭാഷണങ്ങളും ഒരു സേഫ്റ്റി, ഡോക്ടർക്ക് ഒരു കുറച്ചുകൂടെ സേഫ്റ്റി നൽകുന്നതുമാണ്. പിന്നെ പ്രധാനമായിട്ട് ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പ്രാക്ടീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമൊക്കെ വരും. അപ്പോഴൊക്കെ ഇത് ഡോക്ടർക്ക് ഇത് റെഫർ ചെയ്താലേ പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന് പുതിയതായിട്ട് ഇറങ്ങിയത് അബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ഒരു റിയൽ ടൈം ട്രാൻസ്ക്രിപ്ഷൻ, ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിശദീകരണമായിട്ടുള്ള സംഭാഷണങ്ങളെ ചുരുക്കി എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്ന, ഒറ്റ സെക്കൻഡ് കൊണ്ട് റെഫർ ചെയ്യാവുന്ന രീതിയിൽ ഡോക്ടർക്കും അത്, കാരണം ഇല്ലെങ്കിൽ കേസ് ഷീറ്റൊക്കെ എടുത്ത് വരാനുള്ള താമസം അങ്ങനെ വരുന്ന പ്രശ്നങ്ങളില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഈ സുക്കി AI എന്ന് പറയുന്ന ഒരു, പിന്നെ അത് വോയിസ് അടിസ്ഥാനമാക്കിയുള്ളൊരു ചാർട്ടിങ്, കൂടുതൽ മെഡിക്കൽ പ്രാക്ടീസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് ഡോക്ടർമാരെ ജസ്റ്റ് സംസാരിക്കുന്നത് മാത്രം അതിനെ ഡോക്ടർമാർക്ക് അനുകൂലമായ രേഖകളാക്കി തയ്യാറാക്കി കൊടുക്കുക, ഒരു അസിസ്റ്റൻ്റ് കൂടെ നിന്ന് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഡീപ്പ് സ്ക്രൈബ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന പ്രവർത്തനം SOPകൾ നോട്ട് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് അതിന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയൊരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ കൊടുക്കുക, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർമാർക്കൊരു വലിയ സഹായമാണ്. നമ്മുടെ മറ്റു ഡോക്ടർമാരും കൂടെ ഈ ഒരു ഇതിലേക്ക് ആയി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുടെ എനിക്കുള്ള സജഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടർമാർക്ക് ഈ ഒരു വീഡിയോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പം നമ്മൾ ഈ രാത്രി 8:30-ക്കാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു പിന്നെ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. 3-4 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗത്തേക്ക്, അപ്പോൾ രോഗനിർണയവും വിനിമയവും, അപ്പോൾ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനും, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ബാബിലോൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇതിപ്പോൾ ഈ ഇത്രയും എക്സാമ്പിൾ എല്ലാം എടുത്ത് പറയുമ്പോഴത്തേക്കും കുറച്ച് ടൈം പോകുന്നുണ്ട്. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഈ പലതിൽ കൂടെ പോകാതെ ഇതിൽ കൂടെ തന്നെ വിശദീകരണങ്ങൾ കിട്ടുന്നത് കൊണ്ട് എനിക്ക് തോന്നി സമയമുള്ള സമയത്ത് കണ്ടു തീർക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ദൗത്യം എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ പരിശോധിച്ച് തുടർന്ന് അതൊരു ഡോക്യുമെൻ്റ് ആക്കി ഓൺലൈനിൽ നിന്ന് തന്നെ ഡോക്ടർമാർക്കത്
അപ്പോൾ കൺസൾട്ടിങ്ങിനിടയ്ക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാവുന്ന സഹായിക്കുന്ന രീതിയിലൊരു സമഗ്ര പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഇന്ത്യക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന വളരെ ചെറിയ തോതിലുള്ള ഫീസേ ഉള്ളൂ. നമുക്കതിലേക്ക് നമ്മൾ ഡോക്ടർമാർ വരിക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഹെൽത്ത്ലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുണ്ട്. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കുന്നത് ഒരു വ്യക്തിഗത ആരോഗ്യ മാർഗനിർദ്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ AI ഉപയോഗിച്ച് നമുക്കൊരു ഓരോ വ്യക്തിയുടെയും ആരോഗ്യ അവസ്ഥ, അപ്പം അത് കൃത്യമായിട്ട് വീണ്ടും പരിശോധിക്കുമ്പോഴൊക്കെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാനായിട്ടും ഒരു വ്യക്തിഗതമായിട്ടുള്ള നിർദ്ദേശം പേഷ്യൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലും ഡോക്ടർക്കും പേഷ്യൻറ്റിനും ഒരു ഡിജിറ്റൽ ഹെൽത്ത് കോച്ചിനെ പോലെ നമുക്ക് ഡോക്ടർക്ക് പ്രവർത്തിക്കാനായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ആഡ കെയർ ബോട്ട് എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ പ്രധാന പ്രവർത്തനം ഒരു ട്രൈയേജ് ഓട്ടോമേഷനാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. കൂടുതൽ വിശദീകരണത്തോടു കൂടി പ്രധാനമായിട്ടും ഈ രോഗിയുടെ ലക്ഷണങ്ങൾ ഓരോന്ന് ചോദിച്ചറിഞ്ഞ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ അടുത്തത് ചോദിച്ച് അപ്പോൾ ചികിത്സയിലേക്ക്, അപ്പോൾ അത് ഡോക്ടറിലേക്ക് നയിക്കുന്ന ഒരു AI ചാറ്റ് ബോട്ടാണ്. അത് തന്നെ ചാറ്റ് ചെയ്തോളും. ഒരു ഡോക്ടർ അത് എടുത്തു കൊടുത്താൽ ഡോക്ടറുടെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് ആ പേഷ്യൻ്റ് വരുമ്പോൾ അനുസരിച്ച് ഡോക്ടർക്ക് അത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ സെൻസിലി എന്ന് പറയുന്ന ഒരു AI അവതാറുണ്ട്, വളരെ യൂസ്ഫുള്ളായിട്ട്. അപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഡോക്ടർമാരുടെ ഇടയ്ക്ക് ഈ പറഞ്ഞാൽ അവരുടെ ജോലിയെ, അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞൊരു വെർച്വൽ നേഴ്സ് പോലെയാണ് ശരിക്കും അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ രോഗിയുമായിട്ടുള്ള ചാറ്റ് ബോട്ടായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ വീണ്ടും ചോദിച്ച് രോഗി അത് പറഞ്ഞു കൊടുത്ത് ഇൻപുട്ട് കൊടുത്ത് അത് ശേഖരിച്ച് അപ്പോൾ മാർഗനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായിട്ട്, അപ്പോൾ അത് എന്നിട്ട് ഡോക്ടർക്ക് അത് എംപവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഡോക്ടർക്ക് അത്ര സമയം പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബോയ് ഹെൽത്ത് എന്ന് പറഞ്ഞ് BUOY ബോയ് ഹെൽത്ത് എന്ന് പറയുന്ന പ്രധാന പ്രവർത്തനം. അപ്പോൾ അത് ഡോക്ടർ കാണുന്നതിന് മുമ്പുള്ള എല്ലാ ഡേറ്റയും കൂടുതൽ കൃത്യതയോടുകൂടി, ഇപ്പോൾ പലപ്പോഴും ഒരു കഥയായിട്ട് പേഷ്യൻ്റ് ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും, ചില പേഷ്യൻസ് പറയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ അത് കൃത്യമായിട്ട് പ്രോബ് ചെയ്ത് എത്രമാത്രം ഗുരുതരമാണ് ഇതെല്ലാം നന്നായിട്ട് നോക്കി അടിയന്തരമായിട്ട് എമർജൻസി ചികിത്സ വേണോ ഇതൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യുകയും ഡോക്ടറെ അലേർട്ട് ചെയ്യും ഈ പേഷ്യൻസിന് ഉടനെ തന്നെ അറ്റൻഷൻ അർഹിക്കുന്നുള്ളത്. അതല്ല പതിയെ മതിയെന്നുണ്ടെങ്കിൽ. മറ്റൊന്ന് ഒരു മെഡിക്കൽ റിസർച്ചിന് ഉപയോഗിക്കുന്ന ഒരു നോളജ് AI ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ChatGPT ആയിട്ട് ചേർന്നുള്ള, ഇപ്പോൾ ChatGPT നമ്മൾ കാണുന്ന പോലല്ല, നമ്മൾ കാണുന്നതിൻ്റെ കോടി ഇരട്ടിയാണ് അതിൻ്റെ ഇതുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ChatGPT നല്ലപോലെ പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ കോർപ്പറേറ്റ്സ് ഇപ്പോൾ 1 crore സാലറി കൊടുക്കുന്ന കോർപ്പറേറ്റ്സ് ഉണ്ട്. അത്രയും ഇതുണ്ട്. നമ്മളതിൻ്റെ 0.0001% ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടും പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സഹായിക്കും. അപ്പോൾ ഒരു ക്ലിനിക്കലി ഉള്ള ചിന്ത കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ടും ഡോക്ടർമാർക്ക് സഹായം കിട്ടുന്ന, അപ്പോൾ വലിയ ഗവേഷണ രേഖകളൊക്കെ നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടത്, അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് അറിയാനായിട്ട് പറ്റും. കണ്ടിന്യൂ ലേണിംഗ്. അപ്പോൾ ഈ പുസ്തകം വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയില്ല, നമുക്കിപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതൊരുപാട് പഠനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എലിസിറ്റ് എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അതൊരു പ്രധാനമായിട്ടും ഗവേഷണ ലേഖനങ്ങളൊക്കെ കണ്ടെത്തി അതിനെ സംഗ്രഹിച്ച്, അപ്പോൾ ഇത് വക്കീലുമാർക്കാണെങ്കിൽ അതിൻ്റെ വളരെ മിനിമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ വിശദീകരണങ്ങളെല്ലാം ഡോക്ടർമാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ വായിക്കേണ്ട. നമുക്കതിപ്പം കറണ്ട് റെലവൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ റിസർച്ച് പേപ്പേഴ്സ് കൂടുതൽ നോക്കിയാൽ മതി. ആവശ്യം വരുമ്പോഴൊക്കെ നമുക്കത് കണ്ടെത്തി ചുരുക്കമായിട്ട് പിന്നെ 30 വേർഡ്സിലോ അല്ലെങ്കിൽ 50 വേർഡ്സ് 90 വേർഡ്സിലോ അങ്ങനെ അത്രയും ഇതായിട്ട് പോലും നമുക്ക് ഇതായിട്ട് കിട്ടും. അടുത്ത കൺസെൻസസ് എന്ന് പറയുന്നൊരു ഈ ഒരു AIയുടെ പ്രധാനം ശാസ്ത്രീയ നിഗമനങ്ങൾ നടത്തി കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് വിവിധ പഠനങ്ങൾ നമുക്ക് കോർത്തിണക്കിക്കൊണ്ട്, അപ്പോൾ ആ ഒരു എപ്പോഴും കറണ്ടായി നിൽക്കാനായിട്ടുള്ള പ്രധാനമായിട്ടും ഗ്ലോബലിയൊക്കെ പല കോഴ്സിന് പോകുന്ന ഡോക്ടർമാർക്കും ഫർദറായിട്ട് റീസെർച്ച് ചെയ്യുന്ന ഡോക്ടർമാർക്കൊക്കെ ഇത് വളരെ തെളിവുകളോട് കൂടി തന്നെ മറുപടി തരികയും നമ്മുടെ സമയം അവിടെ ഒരുപാട് ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ, അപ്പോൾ ആ AI ഉപയോഗിക്കുന്നത് പഠനങ്ങളെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടും വിരുദ്ധമായിട്ടുള്ള രണ്ട് വിധത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് ഒരേ സമയത്ത് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്
അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ എത്രമാത്രം വിശ്വസനീയമാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന